ജ്യോതികുമാർ ചാമക്കാല കേരളം കിട്ടിയില്ല എന്ന് പറയുന്നു, കേന്ദ്രം കൊടുത്തു എന്ന് പറയുന്നു, ആര് പറയുന്നതാണ് ശരി തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ അന്തരീക്ഷത്തിലുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു അതൊരു നിരർത്ഥകമായ കാര്യമാണ്. 2023 NHM ഫണ്ടിനെ കുറിച്ചാണ് ക്യാഷ് ഗ്രാന്റ് കിട്ടിയില്ല എന്ന് കേരളം പറഞ്ഞത്. 2024 ഫണ്ട് തന്നിട്ടുണ്ട് എന്നാണ് കേന്ദ്രം പറഞ്ഞത്. രണ്ടുപേര് പറഞ്ഞതും ശരിയാണ്. പക്ഷെ ജനങ്ങളുടെ മുമ്പിൽ ഈ കാര്യത്തിലൊക്കെ ഒരു ക്ലാരിറ്റി കുറവുണ്ട്. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത്, കേന്ദ്ര സർക്കാർ പറയുന്നത് 2023 ഈ ഗ്രാൻഡ് നോൺ കംപ്ലയൻസ് മൂലം, ഗൈഡ് ലൈൻസ് കംപ്ലൈ ചെയ്യുന്നതിലെ പോരായ്മ മൂലം തന്നിട്ടില്ല. അതേസമയം പറയുന്നത് സ്റ്റേറ്റ് മേ എക്സ്പെക്ട് ദ യൂട്ടിലൈസേഷൻ അണ്ടർ NHM in FY 2024-25 എന്ന്. ഇത് സത്യത്തിൽ ഈ ഫണ്ട് കേരളത്തിലേക്ക് കിട്ടേണ്ടതാണല്ലോ, കിട്ടിയാൽ കൊള്ളാം, ഇനി കിട്ടിയാൽ നല്ലത് എന്നുള്ള സമീപനമല്ല ഇക്കാര്യത്തിൽ പ്രതിപക്ഷവും സ്വീകരിക്കുന്നത്. അല്ലാതെ നിങ്ങൾക്കെല്ലാം കിട്ടിയിട്ടുണ്ടല്ലോ, നിങ്ങൾ ചെയ്തില്ലല്ലോ എന്നുള്ളതിനപ്പുറത്ത് കിട്ടാനുള്ളത് കിട്ടിയാൽ നല്ലത് എന്നൊരു സമീപനം സ്വീകരിക്കാമല്ലോ. സംസ്ഥാനത്തിന് കിട്ടാനുള്ളത് കിട്ടുക തന്നെ വേണമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അഭിലാഷേ. കിട്ടേണ്ടത് കിട്ടുക തന്നെ വേണം. പക്ഷേ ഇവിടെ നോക്കൂ, നമ്മൾ എത്ര ദൗർഭാഗ്യകരമായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നത്. ഒരു ഭാഗത്ത് യൂണിയൻ ഗവൺമെൻറ്, മറ്റൊരു ഭാഗത്ത് സംസ്ഥാന ഗവൺമെൻറ്, അവർ രണ്ടുപേരും പരസ്പരം കുറ്റപ്പെടുത്തുന്നു. എന്നാൽ ഇതിനെല്ലാം കണക്കുകൾ ഉള്ളതാണ് താനും. എന്തുകൊണ്ടാണ് ഇവരൊരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് കേന്ദ്രത്തിലെ ധനകാര്യമന്ത്രി, സംസ്ഥാനത്തിൻ്റെ ധനകാര്യമന്ത്രി ഇരുന്നൊരു പത്രസമ്മേളനം നടത്താൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് ഒരു സംയുക്ത വാർത്താക്കുറിപ്പ് ഇറക്കാൻ കഴിയാത്തത്? അവിടെ ട്രാൻസ്പെറൻ്റായി പോകേണ്ട വിഷയങ്ങളല്ല ഇതുള്ളത്. ഇതിനകത്ത് ആരുടെയെങ്കിലും കുടുംബകാര്യമാണോ? അല്ല. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചും കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചും അവരുടെ കൈവശമുള്ള രേഖകളുടെ അടിസ്ഥാനത്തിലുള്ള, വസ്തുതകളുടെ അടിസ്ഥാനത്തിലുള്ള, ഫിഗേഴ്സിൻ്റെ അടിസ്ഥാനത്തിലുള്ള കണക്കുകളാണ് നമ്മൾ ചോദിക്കുന്നത്. ഇത് പരസ്പരം പരസ്യപ്പെടുത്താത്തതിൻ്റെ പിന്നിലെ ലക്ഷ്യം രണ്ടുപേരും കള്ളം പറയുന്നു എന്നല്ലേ എൻ്റെ അർത്ഥം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, രേഖകൾ പുറത്തു വിടൂ, നിങ്ങൾ ഞങ്ങളെ ഒന്ന് കൺവിൻസ് ചെയ്തു, പ്രതിപക്ഷത്തിന് വിടൂ, പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തണ്ടേ? എന്താ അതിന് കഴിയാത്തത്? അപ്പോൾ നമ്മൾ പരസ്പരം നിങ്ങൾ ആരോടൊപ്പമാണ്, എന്തിനാണ് പ്രതിപക്ഷത്തോട് ചോദിക്കുന്നത്? നിങ്ങൾ കേന്ദ്ര സർക്കാരിനോടാണോ സംസ്ഥാന സർക്കാരിനോടാണ്? ഇവർ രണ്ടുപേരോട് വസ്തുത പറഞ്ഞാൽ പോരെ? ഇത് ഞാൻ ചോദിക്കുന്നത് പിള്ളേരളിയാണോ? കേന്ദ്ര സർക്കാരിലുള്ള ഫണ്ട് സംസ്ഥാനത്തേക്ക് കൊടുത്തു എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിന് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ അത് വ്യക്തത വരുത്താൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണോ? എന്താ അത് നടക്കാത്തത്? എന്തിനാണ് നിങ്ങൾ ഒളിച്ചു കളിക്കുന്നത്? എന്നിട്ട് കേന്ദ്രത്തിലെ ധനകാര്യമന്ത്രിയും സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിട്ട് ഇത് അനൗദ്യോഗിക കൂടിക്കാഴ്ചയായിരുന്നു, ഇതിനകത്ത് ഞങ്ങളൊന്നും പറയുന്നില്ല എന്ന് പരസ്പരം പറയുകയും ചെയ്താൽ ജനങ്ങളെ വിഡ്ഢികളാക്കുകയല്ലേ അഭിലാഷേ? ഇതിനപ്പുറത്തേക്ക് ഇനി എന്താ വേണ്ടത്? ഇവർ തന്നെയല്ലേ കേസ് കൊടുത്തിരിക്കുന്നത്? ഇതേ മുഖ്യമന്ത്രി തന്നെയല്ലേ ഈ ധനകാര്യമന്ത്രിക്കെതിരായിട്ട് സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തിരിക്കുന്നത്? നിങ്ങൾ അനൗദ്യോഗികമായി ചർച്ച നടത്തുമ്പോൾ നിങ്ങളൊന്നും സംസാരിക്കുന്നേ, നിങ്ങൾ കേരളത്തിൻ്റെയും രാജ്യത്തിൻ്റെയും ഭാവിക്ക് വേണ്ടി സംസാരിക്കുന്നേ, നിങ്ങളത് സെറ്റിൽ ചെയ്യുന്നേ, നിങ്ങൾ ആ പ്രശ്നം പരിഹരിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നേ. ഇതായിരുന്നു വസ്തുത, ഞങ്ങളുടെ ഭാഗത്തിൻ്റെ വീഴ്ചയുണ്ട്, ഞങ്ങളുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നതല്ലേ ശരി? അങ്ങനെയല്ലേ വേണ്ടത്? അതല്ലേ നമ്മൾ പ്രതീക്ഷിക്കുന്നത്? അതല്ലേ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? ഉന്നതരായ ഭരണാധികാരികളിൽ നമ്മൾ അതാണ് പ്രതീക്ഷിക്കേണ്ടത്, അതാണ് ഉണ്ടാകേണ്ടത്. ദൗർഭാഗ്യവശാൽ രണ്ടു കൂട്ടരുടെയും ഭാഗത്തു നിന്ന് അത് ഉണ്ടാകുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ച്, പ്രതിപക്ഷത്തെ സംബന്ധിച്ച് ക്ലിയർ കട്ടായി പറയുന്നു, ക്രിസ്റ്റൽ ക്ലിയറായി പറയുന്നു, എവിടെയാണോ ശരി ആ ശരിയുടെ ഭാഗത്ത് ഞങ്ങൾ നിൽക്കും. സംസ്ഥാനത്തിൻ്റെ കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ ലഭിച്ചേ മതിയാവൂ. കേന്ദ്രം കൊടുക്കേണ്ടത് കൊടുക്കുക തന്നെ വേണം. അക്കാര്യത്തിലൊന്നും ഞങ്ങൾക്ക് യാതൊരു വിട്ടുവീഴ്ചയുമില്ല. പക്ഷേ വസ്തുതകൾ ബോധ്യപ്പെടുത്താൻ ഇരു കൂട്ടരും തയ്യാറാകുക തന്നെ വേണം. ശരി, യാതൊരു തർക്കവുമില്ല. ഇവിടെ ഇപ്പോ എനിക്ക് തോന്നുന്നു രണ്ടു കൂട്ടരും കള്ളം പറയുന്നില്ല, പക്ഷേ പറയുന്നത് സെലക്റ്റീവായ സത്യമാണ് എന്നൊരു പ്രശ്നമാണ് അക്കാര്യത്തിൽ ഉള്ളത്. പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യമേ പറയുന്നുള്ളൂ. അതുകൊണ്ട് ജനങ്ങൾക്ക് ഇക്കാര്യത്തിൽ പറയാൻ പറ്റും.